അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. തിരുനട തുറന്നിട്ട് 34ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 40 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ എത്തിയിട്ടുണ്ടാവും. കേരളത്തിലെ സകല നിരത്തുകളും ശബരിമല ലക്ഷ്യമാക്കിയ വാഹനങ്ങൾ കൊണ്ടും തീർത്ഥാടകരെ കൊണ്ടും തിങ്ങി നിറഞ്ഞ് കാനനപ്പാത ഉൾപ്പെടെ ഉള്ള പാതകളിലൂടെ അഹമഹമിഹയ ശബരിമല തീർത്ഥാടകർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ധനുമ 4, തിരുനട തുറന്നിട്ട് 34ാമത് ദിവസം. അയ്യപ്പ ഗീത എന്ന് പറയുന്ന വിഖ്യാത ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഗീത എന്ന സംജ്ഞ കേൾക്കുമ്പോൾ ആ ശബ്ദത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാണ്. കുരുക്ഷേത്ര യുദ്ധാരംഭത്തിൽ കൗരവ പാണ്ഡവ പടകളുടെ നടുവിൽ പ്രജ്ഞയറ്റ് നിസ്സഹായനായി ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതിപ്പോയ അവസ്ഥയിൽ തൻ്റെ ബന്ധുക്കളെയും കൂട്ടുകാരെയും സതീർത്ഥ്യരെയും കാരണവന്മാരെയും എല്ലാം കൊന്നതിന് ശേഷം ലഭിക്കുന്ന ഖ്യാതിയും ഐശ്വര്യവും എത്ര ഉന്നതമായിരുന്നാലും അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ക്ഷത്രിയൻ എന്ന പദത്തിൽ നിന്ന് വ്യതിചലിച്ച് ദുഃഖിതനായി അതിലേറെ അനാരോഗ്യകരമായ വൈക്ലഭ്യത്തിന് അടിമയായി നിൽക്കുന്ന ആ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശമാണ് നമുക്ക് ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ കാണുവാനായി സാധിക്കുന്നത്. 18 അധ്യായങ്ങളിലൂടെ 700 ശ്ലോകങ്ങളിലായി ഈ അക്ഷയഖനി മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. യുദ്ധവിമുഖനായി നിൽക്കുന്ന അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങളുടെ ആകത്തുകയാണ് ഭഗവത്ഗീത. അതിനു തത്തുല്യമായി 18 അധ്യായങ്ങളിലൂടെ 365 ശ്ലോകങ്ങളാണ് നമുക്ക് അയ്യപ്പഗീതയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 700 ശ്ലോകങ്ങളുടെ സ്ഥാനത്ത് നേർപകുതി അതീവ ഗഹനങ്ങളായ ആത്മീയ തത്വങ്ങളും നിരീശ്വരവാദവും ഈശ്വരവിശ്വാസവും എല്ലാം കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ജ്ഞാനത്തിൻ്റെ നാനാതരം അറിവുകളുടെ ആകത്തുകയാണ് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രമുഖ ഗ്രന്ഥം എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന ഭഗവത്ഗീത. വിഭിന്ന തരത്തിലുള്ള ഗീതകൾ നമുക്ക് കാണാൻ സാധിക്കും. വസിഷ്ഠഗീത, അഷ്ടാവക്രഗീത,
തുടങ്ങിയവ ചിലത് മാത്രമാണ്. ഗീതാകാരകൻ എന്ന പേരിൽ പൊതുവിൽ അറിയപ്പെടുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ്. 1-ാമത്തെയും 700-ാമത്തെയുമായ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ലോകത്തിനോട് അസന്നിഗ്ധമായി പറയുന്നു, ഇത് എൻ്റെ ധർമ്മമാണ്. ഇതെത്രമാത്രം ശരിയാണ് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. 1-ാമത്തെ ശ്ലോകം ഓർമ്മിക്കുക. 1-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത് 2 അക്ഷരങ്ങളിൽ നിന്നാണ്, ധർമ്മ. ആ ശ്ലോകം ഇപ്രകാരമാണ്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സുവഃ മാമകാ പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. 1-ാമത്തെ ശ്ലോകത്തിലെ 1-ാമത്തെ വാക്കെന്ന് പറയുന്നത് ധർമ്മ. ഇനി നമുക്ക് 18-ാം അധ്യായത്തിലെ ഏറ്റവും അവസാന ശ്ലോകം അഥവാ ആ ഗ്രന്ഥത്തിലെ 700-ാമത്തെ ശ്ലോകം അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. യത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധര തത്ര ശീർവിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനും ആയുധധാരിയായ പാർത്ഥനും ഒരുമിച്ചുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥം. ഇതര മതഗ്രന്ഥങ്ങൾ പ്രധാനമായും ഓരോന്നോ ഇത്തരത്തിലൊരു ശരാശരി വീക്ഷണത്തിന് തയ്യാറായാൽ നമുക്ക് മതഗ്രന്ഥങ്ങൾ എന്ന് ലോകം കരുതുന്ന ബൈബിൾ, ഖുറാൻ, ഗുരുഗ്രന്ഥ സാഹിബ് എന്നിവ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കേണ്ടതായി വരും. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മമധർമ്മ എന്ന് പറഞ്ഞതിൻ്റെ സാധൂകരണം ഇതുകൂടി കണ്ടാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ജീസസ് ക്രൈസ്റ്റ് ഗബ്രിയേൽ മാലാഖയുടെ സഹായത്തോടെ പഴയ നിയമം അഥവാ ബൈബിൾ എഴുതപ്പെട്ടത് എന്നും പിൽക്കാലത്ത് അവയ്ക്ക് സമഗ്ര പരിവർത്തനത്തോടെ പുതിയ നിയമം നിലവിൽ അനുസരിക്കുന്നതായും പറയുന്നു. അപ്പോൾ ക്രൈസ്റ്റിൻ്റെ സഹായിയായി നിന്നത് ഗബ്രിയേൽ മാലാഖ. മുഹമ്മദ് നബിയുടെ സഹായി ജബ്രീൽ മാലാഖയാണ്. ആ ജിബ്രീൽ മാലാഖയുമായി ചേർന്നുകൊണ്ട് ഖുറാനിൽ 6666 ഹാഫിസുകളുടെ ആകത്തുകയാണ് ഈ മഹാഗ്രന്ഥം എന്ന് വിശ്വസിക്കപ്പെടുന്നു, അവകാശപ്പെടുന്നു. സിഖുകാരുടെ ആധ്യാത്മിക ആചാര്യനാണ് ഗുരു നാനക്. 3 പ്രമുഖ മതങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ഗുരു നാനാക്ക് അദ്ദേഹം സിഖ് മതത്തിന് നൽകിയ ഗ്രന്ഥമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ് ഗുരു ഗ്രന്ഥ സാഹിബ്. ഇത് സിഖ് മതത്തിൻ്റെ ആധികാരിക ആത്മീയ ഗ്രന്ഥമാണ്. തനിക്ക് ഹിന്ദുമത ധർമ്മത്തിനുള്ളിലെ നല്ല വശങ്ങൾ എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതും ഖുറാനിലെ നല്ല വശങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതും ഒരുമിച്ച് ചേർത്താണ് ഗുരുഗ്രന്ഥ സാഹിബിന് രൂപം നൽകിയതെന്ന് ഗുരുനാനാക്ക് തന്നെ പറയുന്നു. എന്നാൽ ഭഗവത്ഗീതയിൽ ഇതെൻ്റെ ധർമ്മമാണെന്ന് ഭഗവാൻ അസന്നിഗ്ധമായി പറയുമ്പോൾ അതിന് സഹായികൾ മറ്റാരുമില്ല. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ പൈതൃകം അത് ഭഗവാൻ ശ്രീകൃഷ്ണന് മാത്രമാണ്. ലോകപ്രശസ്തമായ നിരവധി വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് പഠനഗ്രന്ഥമായി മാറിയിട്ടുള്ള പ്രമുഖ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതിലെ വിഖ്യാത ഉപദേശങ്ങളുടെ തത്വങ്ങളുടെ പൂർണ്ണമായ കർത്തൃത്വം ഭഗവാനിൽ മാത്രമാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഇത് വിശദീകരിച്ച് പറഞ്ഞത്. ഓരോ ഗീതയും ഓരോ ദേവനെയോ ദേവിയെയോ അവലംബിച്ചാണ് നിൽക്കുന്നത്. ഭഗവത്ഗീതയിൽ ആ സ്ഥാനത്ത് വിശ്വരൂപ ദർശനത്തിലൂടെ, വിശ്വരൂപ ദർശനം സാധ്യതമായതിലൂടെ അർജുനന് ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവുന്നു. ആ സകലതും ഒന്നെന്നറിയുന്ന മഹത്തായ യാത്രയുടെ പര്യവസാനമാണ് ശബരിമല എന്നതും കൂടി വരുമ്പോൾ ഈ ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീതയും അയ്യപ്പഗീതയും തമ്മിലുള്ള ബന്ധവും ഇവിടെ നമുക്ക് സ്പഷ്ടമാകുകയാണ്. എല്ലാ ഗീതകളുടെയും പൊതു സ്വഭാവം പരിശോധിച്ചാൽ എല്ലാം ബ്രഹ്മവിദ്യാദേവിയുടെ അവതാരം തന്നെ എന്ന് കാണാം. ഭഗവത്ഗീതയുടെ അദൃശ്യ സ്വാധീനം ഈ ഗ്രന്ഥങ്ങളിലൊക്കെ
പ്രതിപാദന ഗ്രന്ഥമായ അയ്യപ്പഗീതയിലും നമുക്ക് കാണാം. ഇതിൽ 18 അധ്യായങ്ങളാണുള്ളത്. 18 അധ്യായങ്ങളാണുള്ളത്. ലോകത്തിൽ നിരവധി അയ്യപ്പ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ആത്യന്തികമായി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമായി പരിഗണിച്ചു പോരുന്നത് എപ്പോഴും ശബരിമല സന്നിധാനം തന്നെ. അതായത് ശബരിമല എന്ന് പേര് ചേർക്കാതെ തന്നെ സന്നിധാനം എന്ന് പറഞ്ഞാൽ ആ സന്നിധാനം എന്ന വസ്തുത ക്ഷേത്രസങ്കേതം എന്ന പൊതുധാരണ ശബരിമലയാണ് എന്ന് പ്രബലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളീയ സന്യാസിമാർക്ക് പ്രാമുഖ്യവും ആധിപത്യവുമുള്ള ഒരു മഠമാണ് കാശിയിലെ തിലപാണ്ഡികേശ്വര മഠം. ഈ മഠത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ ഇളയ സഹോദരൻ ശ്രീധരാനന്ദ സ്വാമിയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ മഠത്തിൽ പല ക്ഷേത്രങ്ങളുണ്ട്, പല ദേവന്മാരുടെ പ്രതിഷ്ഠകളുമുണ്ട്. എന്നാൽ അവിടെ അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. ആ കുറവ് നികത്തുന്നതിനു വേണ്ടി അടുത്ത കാലത്തൊരു അയ്യപ്പ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. അതിൽ ശബരിമല മണികണ്ഠസ്വാമിയുടെ പ്രതിഷ്ഠയും നിർവഹിക്കപ്പെടുകയുണ്ടായി. പ്രസ്തുത അയ്യപ്പ ക്ഷേത്രമാണ് അയ്യപ്പഗീത എന്ന ഈ പുസ്തകത്തിൻ്റെ ഈറ്റില്യം. പുലിവാഹനായ സാക്ഷാൽ മണികണ്ഠസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിന് എഴുതിയത് ശ്രീ അച്യുതാനന്ദ മഹാരാജാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് യതിവര്യനായ സ്വാമി നാരായണഗിരി മഹാരാജാവിൻ്റെ ശിഷ്യനാണ് സ്വാമി അച്യുതാനന്ദഗിരി മഹാരാജ്. മലയാളിയായിരുന്ന അച്യുതാനന്ദജി സന്യാസത്തിന് ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഉത്തരഭാരതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഹാരരംഗം. ഭാരതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച ഇദ്ദേഹത്തിന് കേരളവും ഹിമാചലും കാശ്മീരും എല്ലാം ഒന്നുപോലെ തന്നെ ആയിരുന്നു എന്നതിനാൽ ജ്ഞാനപ്രദാനം ചെയ്ത് ഹിമവത്സാനുക്കളിൽ വിഹരിക്കുന്ന അറിവ് നൽകുക എന്ന ജോലിയാണ് തൻ്റേതെന്ന് വിചാരിച്ച് ആ തരത്തിൽ അലയുന്ന ഈ മഹാത്മാവ് കേരളത്തിന് നൽകിയ ജ്ഞാനഗംഗയാണ് അയ്യപ്പഗീതി എന്ന ഈ വിഖ്യാത ഗ്രന്ഥം. സംസ്കൃതത്തിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. മൂലഗ്രന്ഥത്തിലെ ശ്ലോകങ്ങളുടെ സാരാർത്ഥം ചോർന്നു പോകാത്ത തരത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അന്വർത്ഥമാക്കുമാറ് ആ ചുമതല നിർവഹിച്ചിരിക്കുന്നു അദ്ദേഹം. സരസ്വതി എന്ന വാക്ക് മുഖാന്തരം അനുവാചകരെ സന്തോഷത്തിൽ അദ്ദേഹം മാറാടിക്കുന്നു. ബ്രഹ്മവിദ്യയുടെ മാസ്മരിക ശക്തി നമുക്ക് ഈ കൃതിയിൽ കാണാം. കേരളത്തിനകത്തും പുറത്തും ഒരുപോലെ സുപരിചിതനും സുസമ്മതനുമാണ് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി. ഇദ്ദേഹം ഇരുനിലങ്കോട് എന്ന സ്ഥലത്ത് നിന്നും അച്ചടിച്ച് അക്കാലത്ത് പ്രചാരത്തിലിരുന്നിരുന്ന വേദാന്ത മാസികയായ പരമപുരുഷാർത്ഥത്തിൽ അയ്യപ്പഗീത 1959 ഒക്ടോബർ മുതൽ 1961 നവംബർ വരെയുള്ള കാലഘട്ടങ്ങളിലായി തുടർച്ചയായി പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. പിന്നീടത് പുസ്തക രൂപത്തിലാക്കി നമുക്ക് ലഭ്യമാക്കുവാൻ ശ്രമിച്ചതും വിജയിച്ചു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെറുതുരുത്തിക്കപ്പുറത്ത് ഭാരതപ്പുഴയുടെ തെക്കേക്കരയിലുള്ള കൊണ്ടയൂരിലേക്ക് ആശ്രമം മാറ്റിസ്ഥാപിച്ചു. ജ്ഞാനാനന്ദ ആശ്രമത്തിൻ്റെ കുലപതിയായ ഈ പുണ്യാത്മാവിൻ്റെ നിശബ്ദവും നിസ്വാർത്ഥവും നിസ്സംഗവും നാനാമുഖവുമായ ലോകസേവനം ഭാഗികമായി പോലും പരക്കെ അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു പരമാർത്ഥമാണ്. പ്രതിഫലേച്ഛ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നിഷ്കാമ പുണ്യാധ്യാപനം, ആതുര ശുശ്രൂഷ, അതിഥി സൽക്കാരം, തപാനുഷ്ഠാനം തുടങ്ങിയ മഹനീയ കൃത്യങ്ങളിൽ സർവഥാ നിരതനായിരുന്നു അദ്ദേഹം. ആർഷ സംസ്കാരത്തെ സമുദ്ധരിക്കുവാനും പ്രചരിപ്പിക്കുവാനും സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിജി സാങ്കോപാംഗങ്ങളായ വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഉജ്ജ്വല പഠനങ്ങൾ
പരമപുരുഷാർത്ഥത്തിലൂടെ വെളിവാക്കിയിരുന്നു. മാസികയിലൂടെ പ്രചരിപ്പിച്ച ഭാഗങ്ങൾ പിന്നീട് പുസ്തക ആക്കിയതാണ് ഭഗവത്ഗീത, ഭാഗവത രഹസ്യം, വേദാന്ത വിജ്ഞാനം, രാമായണ തത്വം, ഉപനിഷത്തുക്കൾ തുടങ്ങി 2 ഡസനിലധികം പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. 1950-51 കാലത്ത് ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചത് മറക്കാൻ കാലമായിട്ടില്ല. ഈ ദുഃഖ സാഹചര്യത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ ഒരു കൃഷ്ണൻ നായർ സ്വാമി ശബരിമലയിൽ എത്തുന്നു. ശബരിമല ദർശനത്തിനു അതിനുവേണ്ടി മാത്രം വന്ന അദ്ദേഹത്തിന് ശബരിമലയിലെ ദുരന്ത കാഴ്ചകൾ സഹിക്കുന്നതിന് അപ്പുറത്തായിരുന്നു. അദ്ദേഹം തൻ്റെ ശിഷ്ടജീവിതം സ്വാമി അയ്യപ്പന് മുമ്പിൽ സമർപ്പിച്ചു. വീടും നാടും കുടുംബവും വിട്ട് ശബരിമല അയ്യപ്പന് തൻ്റെ ജീവിതം കാണിക്കയായി സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഭിക്ഷാന്തേഹിയായി മാറി. ശ്രീകൃഷ്ണൻ നായർ ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ ശബരിമല അയ്യപ്പസ്വാമിക്ക് ഇന്നുണ്ടായിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരമായി മാറിയ ശബരിമല ഭക്തിക്ക് കാരണം മുൻ സൂചിപ്പിച്ച തിരുവനന്തപുരം സ്വദേശി കൃഷ്ണൻ നായർ എന്ന വിമോചനാനന്ദ സ്വാമിയാണെന്ന് എത്ര പേർക്കറിയാം? ഈ 2 സംസ്ഥാനങ്ങളിൽ, ആന്ധ്രയിലും തെലുങ്കാനയിലും, ഏറ്റവും പ്രമുഖങ്ങളായ നിരവധി ക്ഷേത്രങ്ങളുള്ളതിൽ ഏറ്റവും പ്രമുഖം എന്ന് പറയാവുന്നത് 36 അയ്യപ്പ ക്ഷേത്രങ്ങളാണ്. ഈ അയ്യപ്പ ക്ഷേത്രങ്ങളെല്ലാം സ്ഥാപിക്കപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് വിമോചനാനന്ദ സ്വാമിയായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഏകദേശം 30 വർഷത്തിന് മുൻപ് അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രൻ ശ്രീ ഗോപകുമാർ IPSകാരനായിരുന്നു. അദ്ദേഹം കേരളത്തിൽ പോലീസ് സർവീസിലുണ്ടായിരുന്നു. ഇന്ത്യൻ പോലീസ് സർവീസിലെ പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ അയ്യപ്പപാദത്തിൽ വിലയം പ്രാപിച്ചിട്ട് ഏകദേശം 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ സൂചിപ്പിച്ച ഈ 36 ക്ഷേത്രങ്ങളിലും വിമോചനാനന്ദ സ്വാമിയുടെ ചിത്രം സമുചിത സ്ഥാനത്ത് അഭിമാനപൂർവം അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളീയനായ ഒരു സ്വാമി ഭക്തൻ്റെ ചിത്രം എത്ര കൃത്യമായിട്ടാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത് എന്ന് അവിടെ ചെന്നൊന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാശിയിലെ ക്ഷേത്രവും ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുള്ളതാണ്. ബൃഹത്തായ ഈ യാത്രയിൽ കേരളത്തിൽ എത്തുന്നതിനും സാന്നിധ്യം ഉറപ്പിക്കാനും കഴിയാതെ അദ്ദേഹം അയ്യപ്പപാദങ്ങളിൽ വിലയം പ്രാപിച്ചു. എങ്കിലും വിമോചനാനന്ദ സ്വാമി അയ്യപ്പ ഭക്തരുടെ എക്കാലത്തെയും ഗുരുസ്വാമി തന്നെയാണ്. ഇനി നമുക്ക് അയ്യപ്പഗീതയിലേക്ക് തിരിച്ചു പോകാം. അയ്യപ്പഗീത എന്ന ഈ പ്രകൃത ഗ്രന്ഥത്തിൽ 18 അധ്യായങ്ങളാണുള്ളത്. ഇത്രയും അധ്യായങ്ങളിലായി 365 ശ്ലോകങ്ങൾ വെളിവാകുന്നു. ഇതിൽ ഗീതോപദേഷ്ടാവായി സങ്കല്പിച്ചിരിക്കുന്നത് ശബരിമല ശ്രീധർമ്മശാസ്താവിനെയും ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്ഥാനം ശ്രീധർമ്മശാസ്താവിന്, അർജുനൻ്റെ സ്ഥാനം ശബരി മാതാവിനും ആണ്. 18 അധ്യായങ്ങളിലൂടെ 365 ശ്ലോകങ്ങൾ എന്നതിൽ ഒരു വർഷത്തിൽ, അതായത് 365 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരമപവിത്രമായ 18-ാം പടി കയറണം എന്നും അപ്രകാരമുള്ള ഭഗവത് ദർശനത്തിൻ്റെ മഹത്വവും എടുത്തു പറയുന്നു. ശബരിമല ദർശനത്തിൻ്റെ അവാച്യ സുന്ദരമായ വിവിധ വശങ്ങൾ നമുക്ക് ഈ ഗ്രന്ഥത്തിലൂടെ അനുഭവവേദ്യമാകുന്നു. 1-ാമത് അധ്യായമായിട്ടുള്ള അയ്യപ്പയോഗത്തിൽ 52 ശ്ലോകങ്ങളാണുള്ളത്. ഈ 52 ശ്ലോകങ്ങളുള്ള 1-ാമത് അധ്യായത്തിൽ കൂടി ശ്രീധർമ്മശാസ്താവിൻ്റെ പാവനമായ ചരിത്രം ഇതിലൂടെ ഉത്ബോധിപ്പിക്കുന്നു. അതിന് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പാലാഴി മഥനവും അമൃത് ലഭിക്കുന്നതും അമൃത് അസുരന്മാർ കയ്യേറുന്നതും കയ്യേറിയ അമൃത് മോഹിനി വീണ്ടെടുക്കുന്നതും ആ വീണ്ടെടുക്കുന്ന അമൃത് ദേവന്മാർക്ക് സമർപ്പിക്കുന്നതും ഒക്കെ ഉൾപ്പെടുന്നതാണ് 1-ാമത്തെ അധ്യായം. 1-ാമത് അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ അയ്യപ്പയോഗം എന്നാണ്. പിന്നീടുള്ള മിക്കവാറും പ്രധാനപ്പെട്ട
ബാക്കിയുള്ള 17 അധ്യായങ്ങളിലും 18, 19 ശ്ലോകങ്ങൾ വീതമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1-ാമത്തെ അധ്യായം മാത്രം ഈ കഥ പൂർണ്ണമായിട്ടും ശ്രീധർമ്മശാസ്താവിൻ്റെ കഥ പറയുന്നതിന് വേണ്ടിയാണ് ഈ 52 ശ്ലോകങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. 2-ാമത് അധ്യായത്തിൻ്റെ പേര് ശാസ്ത്രയോഗം എന്നാണ്. അതിൽ 18 ശ്ലോകങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടത്. തത്വോപദേശം ആരംഭിക്കുന്നത് ഈ അധ്യായം മുതലാണ്. തത്വമസി എന്ന ഉപനിഷത്ത് വാക്യത്തിൻ്റെ പൊതുപൊരുളാണ് 2-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. ഒരാളിൽ അജ്ഞാനം നിലനിൽക്കുന്നത് ജീവൻ, ഈശ്വരൻ, ജഗത് എന്നീ 3 രൂപത്തിലാണെന്ന് വ്യക്തമാക്കപ്പെടുന്നു. ഒന്നുകൂടെ ഓർമ്മിക്കുക, ജീവൻ, ഈശ്വരൻ, ജഗത് എന്നീ 3 രൂപത്തിൽ. അത് നമുക്ക് പ്രാഥമികമായി നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇതിനെ 3നെയും ഒരുമിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ സ്ഥൂല ശരീരം ജീവനും സൂക്ഷ്മ ശരീരം ഈശ്വരനും. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരീഭവിക്കുന്ന ഓരോ ശരീരവും സ്ഥൂല ശരീരങ്ങളാണ്. അതിലെ സൂക്ഷ്മ ശരീരത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത് നമ്മൾ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈശ്വര ചൈതന്യത്തെ, പരമാത്മ ചൈതന്യത്തെ ബന്ധപ്പെടുത്തി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സ്ഥൂല ശരീരത്തിന് തത്തുല്യമായതാണ് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്നതെല്ലാം നശ്വരമായ വസ്തുക്കളാണ്. സ്ഥൂല ശരീരവും നശ്വരമായ വസ്തുവാണ്. സൂക്ഷ്മ ശരീരത്തിന് ജഗത്തിൻ്റെ ധർമ്മങ്ങൾ, ശരീരധർമ്മങ്ങളെ തൻ്റെ ധർമ്മങ്ങളായി അനുഭവിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് ജീവനാണ്. അതുപോലെ ഈ ജഗത്തിനെ സാക്ഷിയാക്കി നിർത്തി വിളങ്ങുന്ന ഈശ്വരനെ കണ്ടെത്താനുള്ള ആ യാത്രയിൽ ജഗത്ത് എന്ന് പറയുന്നതിലാണ് ഇത് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ജഗത് മിഥ്യ എന്ന് തന്നെ ആചാര്യന്മാർ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥൂല ശരീരത്തിന് തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ സ്ഥൂല ശരീരം തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ജീവൻ, ജഗത്തുകൾക്ക് സാക്ഷിയായി വിളങ്ങുന്ന പരമാത്മ ചൈതന്യം ഈശ്വരൻ. അപ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലെ ഏതാണ് ഈശ്വരനുമായി ബന്ധപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ കണ്ടെത്താനായിട്ട് സാധിക്കണം. കാരണ ശരീരമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ആ കാരണ ശരീരമാണ് നാശമില്ലാത്ത വസ്തു. ആ കാരണ ശരീരം അവസാനത്തിൽ എവിടാണ് എത്തിച്ചേരേണ്ടുന്നത്? അത് ഈശ്വര സമീപത്തിൽ, ഈശ്വര സാന്നിധ്യത്തിലാണ് ലയിച്ചു ചേരേണ്ടുന്നത്. ഈ വസ്തുതകൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് തത്വം അസി എന്ന് പറയുന്ന ആദ്യത്തെ 2 ഭാഗങ്ങൾ മാത്രമെടുത്താൽ തത് ത്വം, അത് നീ, അത് നീ, അത് എന്ന് പറയുന്നത് എന്ത്? അത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവത്തായ സ്വരൂപത്തെയാണ് അത് എന്ന പദത്തിലൂടെ ഉൾക്കൊള്ളാൻ കഴിയേണ്ടുന്നത്. അത് നീ എന്ന് പറയുമ്പോൾ, നീ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അതിൽപ്പെടുന്നതാണ്. അത് നീയാണ് എന്ന് പറയാനായിട്ട്, അത് ആ ബോധ്യം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യപ്പെടുത്തി തരാൻ കഴിയുന്നതായ അവസ്ഥയാണ് ശബരിമലയിലേക്കുള്ള മുദ്രാനാളികേരവുമായുള്ള യാത്ര. അപ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ എങ്ങനെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുന്നോ അതുപോലെ ഇല്ലാത്തതായ ജഗത്തിനെയും അതേപോലെ തന്നെ ചൈതന്യവത്തായി നിൽക്കുന്ന ജീവനെയും ആ ഈശ്വര പരമാത്മ ചൈതന്യമായിട്ടുള്ള ഈശ്വരനും ഇത് മൂന്നാണ് എന്ന് എപ്പോൾ നമുക്ക് തോന്നുന്നോ ആ തോന്നുന്നതാണ്, ആ തോന്നിക്കൊണ്ടിരിക്കുന്നതാണ് അജ്ഞാനം. 3 ഭാവങ്ങളെയും ഒരുമിച്ച്
ഒന്നാണ് എന്ന് ഏത് സമയത്ത് നമുക്ക് അനുഭവപ്പെടാനായിട്ട് തയ്യാറാകുന്നോ, 17ാമത് പടിയിൽ കയറി നിന്നപ്പോൾ നാം നേടിയെടുത്തിരുന്ന സാധാരണ അറിവുകൾ മുഴുവനും കേവലജ്ഞാനങ്ങളാണെന്നും അതിനുമായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല എന്നും, പരമാത്മജ്ഞാനം എന്ന് പറയുന്നത് 18ാം പടിയിൽ കയറിയപ്പോൾ നീ ഏതൊന്നിനെയാണോ അന്വേഷിച്ചു വന്നത്, ആ അന്വേഷിച്ചു വന്നത് നിന്നിൽ തന്നെയുള്ള നിന്നെയാണ്. ആ നിന്നിൽ തന്നെയുള്ള നീ എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ ഈശ്വരനും നിന്നിൽ തന്നെയുള്ള നീ എന്ന് പറയുന്നത് ജീവാത്മാവും ഒന്ന് തന്നെ എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന പവിത്രമായ മുഹൂർത്തമാണ് നമുക്ക് ഈ ഉപനിഷത്ത് വാക്യത്തിലൂടെ വെളിവാകേണ്ടിയിരിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടി മനസ്സിലാക്കുക. തത്വം അസി. ഈ വാക്യം മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ചാൽ അല്ല. മൊത്തം മഹാവാക്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് 4 വാക്യങ്ങളാണ്. ആ 4 വാക്യങ്ങളും ഒന്ന് ശ്രവിക്കുക മാത്രമെങ്കിലും ചെയ്യുക. ആദ്യത്തേത് അഹം ബ്രഹ്മാസ്മിം, ഞാൻ ബ്രഹ്മം തന്നെയാണ്. ഞാൻ ബ്രഹ്മം തന്നെയാണ്, അഹം ബ്രഹ്മാസ്മിം. രണ്ടാമത്തേത് അയം ആത്മാ ബ്രഹ്മ, ഞാൻ ആത്മാവാണ്, അതുകൊണ്ട് തന്നെ ബ്രഹ്മമാണ്. മൂന്നാമത്തേത് പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ബ്രഹ്മം. നാലാമത്തേതാണ് നമ്മുടെ മുമ്പിലുള്ള തത്വമസി, അത് നീ തന്നെയാണ്. ഈ ഒരവസ്ഥ നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് ക്ഷേത്രത്തിലൂടെയുള്ള ദർശനത്തിലാണ് ലഭ്യമാകുന്നതെന്ന് ചോദിച്ചാൽ, ആ ദർശനത്തിന് നമുക്ക് എല്ലാ തരത്തിലും നമ്മെ ബോധ്യപ്പെടുത്തി തരാൻ കഴിയുന്നത് ഒരു സംശയവും ആർക്കും വേണ്ട, അത് ശബരിമല ക്ഷേത്ര ദർശനത്തിലൂടെ തന്നെയാണ്. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞതാണെങ്കിലും ആ ഉദാഹരണം ഒന്നും കൂടി ലളിതമായി സൂചിപ്പിക്കാം. ആ ഉദാഹരണം ഇങ്ങനെയാണ്. നമ്മൾ ഏത് തരത്തിലാണോ മുദ്രനാളികേരം ശബരിമലയിൽ അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്, ആ മുദ്രനാളികേരം എന്ന് പറയുന്നത് ഓരോ തീർത്ഥാടകനും, മറിച്ച് ആ മുദ്രനാളികേരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായ നെയ്യ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്ന പരമാത്മ ചൈതന്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ജീവാത്മാവും ആണ്. നാം കൊണ്ടുപോകുന്ന നെയ്യ് ഭഗവാനിൽ അഭിഷേകം ചെയ്യുന്ന അവസരത്തിൽ ആ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഈശ്വരനും മനുഷ്യനും ഒന്ന് എന്ന് ബോധ്യപ്പെടുത്തുന്ന, ജീവാത്മാവും പരമാത്മാവും ഒന്ന് എന്ന് നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്ന പരമാത്മ ചൈതന്യത്തിൻ്റെ ആ അവസ്ഥയാണ്. അതായത് പരമാത്മാവിൽ ജീവാത്മാവ് ലയിക്കുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു. അത് കുറച്ചുകൂടി സാധാരണ ജനങ്ങളിൽ അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നാം നെയ്യ് വഹിച്ചു കൊണ്ടുപോയ നാളികേരം, ആ നാളികേരത്തിൻ്റെ ഇരുമുറികൾ അത് അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത്. അഗ്നിയിലേക്ക് സമർപ്പിക്കാൻ എന്താണ് കാരണം? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഞ്ചഭൂതങ്ങളിലേക്കാണ് വിലയം പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാലും ജലത്തിലോ മണ്ണിലോ പോകുന്നതിനേക്കാൾ അഭികാമ്യമായിട്ടുള്ളത് അഗ്നിയിൽ ലയിക്കുക എന്നത് തന്നെ. എന്തായിരിക്കും അതിന് കാരണം? വളരെ വ്യക്തമായിട്ട് ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതാണ്, വിശദീകരണമില്ലാതെ സൂചിപ്പിക്കുന്നു. അഗ്നി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിലെ ഏറ്റവും പ്രബലമായ ആ ഭൂതത്തിന് മാത്രമാണ് തന്നിൽ സമർപ്പിച്ച വസ്തു എന്തായിരുന്നാലും ആ വസ്തുവിനെ പൂർണ്ണമായിട്ടും സ്വാംശീകരിക്കുന്നതിനും, എത്ര നികൃഷ്ടമായതോ അകൃതമായതോ വസ്തു ആയിക്കൊള്ളട്ടെ, അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെ പൂർണ്ണമായിട്ടും ഗ്രസിച്ചുകൊണ്ട്, അതിൽ നിന്നും വളരെ വ്യക്തമായ ഒരു ആഫ്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു സാധനം തിരിച്ചു തരാനായിട്ട് സാധിക്കുന്നു. അത് നമുക്ക് ലഭ്യമാകുന്നതിലെ ഏറ്റവും പരമപവിത്രമായ വസ്തുവാണ്. അതിനെ വിളിക്കുന്ന പേരാണ് വിഭൂതി. അപ്പോൾ വിഭൂതി എന്ന് പറയുന്ന ആ ഒരവസ്ഥയിൽ ഏറ്റവും മ്ലേച്ഛമായ ദുർഗന്ധവാഹിയായ മനുഷ്യ ശരീരത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നത് സാക്ഷാൽ അഗ്നിദേവന് മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഉപാസനാമൂർത്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമാണ്, അത് അഗ്നി തന്നെയാണ്.
നമ്മെ പരിഹസിക്കുന്നതും ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ്. കയ്യിൽ എന്ത് കിട്ടിയാലും അത് അഗ്നിയിൽ കൊണ്ടുപോയി ദഹിപ്പിച്ച് കളയുന്ന ആളുകളാണ് ഭാരതീയർ എന്ന് പറഞ്ഞാണ് നമ്മളെ പരിഹസിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അഗ്നി എന്ന് പറയുന്ന ആ പഞ്ചഭൂതാത്മകമായ 5 വസ്തുക്കളാണ് ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം, അഥവാ 5 എലമെൻറ്റ്സ്. അതിലെ ഫയർ എന്ന് പറയുന്ന, ഊർജം എന്ന് പറയുന്ന, എനർജി എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ലോകം ഇന്ന് നമ്മുടെ മുമ്പിലാണ്. ലോകത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ശക്തി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇതെന്നാണ് ഇത് നിങ്ങൾ കണ്ടെത്തിയത്? എല്ലാവർക്കും അറിയാം, നമ്മുടെ മുനീശ്വരന്മാരാണ് ഈ വസ്തുതകൾ കണ്ടെത്തിയിട്ടുള്ളതും ആ കണ്ടെത്തിയത് പൂർണ്ണമായിട്ടും നമുക്ക് ജീവിതത്തിൽ സന്ധാരണത്തിന് ഉപയോഗപ്രദമായ നിലയിലും വന്നു. അപ്പോൾ ഈ 3 തരത്തിലുള്ള സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങളെ ജഗത്തായി, ജീവനായി, ഈശ്വരനായി ബോധ്യപ്പെടുക എന്നുള്ള ആ ബോധ്യത്തിലൂടെയാണ് നമുക്ക് ഇതിലേക്ക് വന്നെത്താനായിട്ട് സാധിക്കുന്നത് എന്ന് ബോധ്യപ്പെടുക. വളരെ ഗൗരവമുള്ള ഒരു വിഷയവും മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതുമാണ് എന്നെനിക്കറിയാം. എങ്കിൽ പോലും പരമാവധി ലളിതമായി അത് സമർപ്പിക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും അത് പൂർണ്ണമാണ് എന്ന് അവകാശപ്പെടാൻ നിവൃത്തിയില്ല. ഇതിലും ലളിതമായി ഇത് പറയുന്നതിന് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, ഓരോ ദിവസവും ഇത് പറയാനായിട്ട് സാധിക്കും. ശബരിമലയിൽ പോകുന്ന ഓരോരുത്തരും, സ്വാമിമാർ ഓരോരുത്തരും അവരവരുടെ ഇരുമുടിക്കെട്ടുകളിൽ ഒരു കാരണവശാലും 1 ഗ്രാം പ്ലാസ്റ്റിക് പോലും ഇല്ല എന്ന് ഉറപ്പാക്കണം. അതേപോലെ തന്നെ അവിടെ ഏറ്റവും കുറവ് മാലിന്യമേ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റും അതോടൊപ്പം തന്നെ ഒരു സ്റ്റീൽ ടംബ്ലറും കയ്യിൽ കരുതണം. അത് ഒരു സംശയത്തിനും ഇടവരുത്താതെ കൊണ്ടുപോകണം. 1, പ്ലാസ്റ്റിക് മാലിന്യം ഉറപ്പായിട്ടും കൊണ്ടുവരാതിരിക്കുക. 2, സ്റ്റീൽ ടംബ്ലറും അതുപോലെ തന്നെ ഗ്ലാസും കൊണ്ടുപോവുക. 3, യാതൊരു കാരണവശാലും പമ്പയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കഷണം, ഒരു തുണി പോലും, അതായത് ഒരു തോർത്ത് പോലും ഞാൻ ഉപേക്ഷിക്കില്ല എന്നും കൂടിയുള്ള തീരുമാനം എടുക്കുക. പവിത്രയായ പമ്പാ നദിയെ മലിനമാക്കാതിരിക്കുക. ഈ തരത്തിൽ ഈ വസ്തുതകൾ കൂടി ഇതിൻ്റെ അവസാനമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് 35ാമത് എപ്പിസോഡിലേക്കാണ് നാളെ പോവേണ്ടുന്നത്. 35ാമത് എപ്പിസോഡിൽ ഈ പറഞ്ഞ 2ാമത്തെ അധ്യായം, അതായത് നമ്മുടെ അയ്യപ്പ ഗീതയിലെ 2ാമത്തെ അധ്യായത്തിൻ്റെ പൂർണ്ണത ഉറപ്പാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.